ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ കേന്ദ്ര സർക്കാരിലേക്കുള്ള മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ITI കഴിഞ്ഞവർക്കോ അല്ലെങ്കിൽ നിങ്ങൾ 10th+ നാഷണൽ അപ്രൻറ്റീഷിപ്പ് ചെയ്തവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ITI കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. വിവിധ ട്രേഡിൽ വിളിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമുക്കൊരു പെർമനൻറ്റ് വേക്കൻസിയിലേക്ക് എത്താനുമുള്ള നല്ലൊരു അവസരമാണ്. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുക. അത്യാവശ്യം വിവിധ ട്രേഡുകൾ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതെന്നെല്ലാം വിശദമായിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഇൻസ്റ്റയുടെ ലിങ്ക് താഴെ ഉണ്ടാകും, അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിശ്ചിതമായൊരു സർവീസ് ചാർജും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് 3 നോട്ടിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയില്ല, പിന്നെ ഒന്ന് ഓൺലൈൻ ഫോം ഫില്ലിങ്ങിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റ് നോട്ടിഫിക്കേഷനൊക്കെ കാണുക നമ്മുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കയറി വീഡിയോസ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. റീസെൻ്റായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന, അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക, എന്നതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കിതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിംഗ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസും ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 20 മുതലാണ്. ഓൺലൈൻ അപേക്ഷയുടെ അവസാന തീയതി ഫെബ്രുവരി 19 വരെയാണ്. മാക്സിമം നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കരുത്. ഉടനെ തന്നെ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്ന വേക്കൻസി എന്താണെന്ന് വെച്ചാൽ ജേണിമാൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. അതെന്തെല്ലാം വിശദമായിട്ട് ഞാൻ പറയട്ടെ. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യേണ്ട, ഇത് പെർമനൻറ്റ് വേക്കൻസി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ജേണിമാൻ സ്ട്രക്ചറൽ ഫിറ്റർ എന്ന് പറയുന്ന പോസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. 5 വേക്കൻസിയാണ്. ഇതിൽ നിങ്ങൾക്ക് SC ST OBC ജനറൽ അങ്ങനെ നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ റിസർവേഷനിലൂടെ ST കാൻഡിഡേറ്റ്സിന് ഇവിടെ 0 വേക്കൻസിയാണ്, ഇവിടെ വേക്കൻസി ഇല്ല. അതുകൊണ്ട് ഇവിടെ ജനറൽ വേക്കൻസി 2 വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാം, ഈ ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജനറൽ വേക്കൻസിയിലേക്ക് വേക്കൻസി ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഏത് കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ കാറ്റഗറിയിൽ വേക്കൻസി വേണമെന്ന് നിർബന്ധമല്ല. നിങ്ങളുടെ കാറ്റഗറിയിൽ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിസർവേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ എന്നുള്ളതാണ്. അല്ല, ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്താൽ ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ട് പരിഗണിക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ടോട്ടൽ 5 വേക്കൻസിയാണുള്ളത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 10th ക്ലാസ് പ്ലസ് നിങ്ങൾക്ക് നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 10th ക്ലാസ് പ്ലസ് NTC നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്. അതായത് നിങ്ങൾ ITI കഴിഞ്ഞിരിക്കുക, 10th ക്ലാസ്സും ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ 10th ക്ലാസ്സും നമുക്ക് നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് നമ്മളെടുത്തിട്ട് അങ്ങനെയുള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, 2 കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാം. അത് ഫിറ്ററിലോ ഫാബ്രിക്കേറ്ററിലോ അല്ലെങ്കിൽ ഷീറ്റ് മെറ്റൽ വർക്ക് അല്ലെങ്കിൽ ഫിറ്റർ ട്രേഡുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഏതെങ്കിലും ട്രേഡുകളിൽ നിങ്ങൾക്ക് എന്താണ് നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ITI സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ പറയുന്ന സ്ട്രക്ചറൽ ഫിറ്ററിലേക്ക്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അടുത്തത് നമുക്ക് ഫിറ്റർ എന്നാണ്. 4 വേക്കൻസി ഇതിൽ വിളിച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് 10th ക്ലാസ് പ്ലസ് എന്താണ് NAC ഓർ NTC ഇൻ ഫിറ്റർ അല്ലെങ്കിൽ വെപ്പൺ ഫിറ്റർ അല്ലെങ്കിൽ MMTM, അതായത് മെക്കാനിക് മെഷീൻ ടൂൾ മെയിൻ്റെനൻസ് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഫിറ്ററിലേക്ക് നിങ്ങൾക്ക് ഒന്നെങ്കിൽ 10th ക്ലാസ് പ്ലസ് ഈ പറയുന്ന ഫിറ്റർ അല്ലെങ്കിൽ വെപ്പൺ ഫിറ്റർ അല്ലെങ്കിൽ മെക്കാനിക് മെഷീൻ ടൂൾ മെയിൻ്റെനൻസിലോ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല 10th ക്ലാസും പ്ലസ് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ അപ്രൻറ്റീസ്ഷിപ്പ് കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. 2 രീതിയിൽ ഇതിൽ അപ്ലൈ ചെയ്യാം. ഇതിലടുത്തത് വെൽഡർ, എല്ലാ പോസ്റ്റും ഇത് ബാധിക്കുന്ന 5 വേക്കൻസിയാണ്. അതോടൊപ്പം തന്നെ ഇതിൽ നിങ്ങൾക്ക് കാണാം 10th ക്ലാസ് പ്ലസ് ഈ പറഞ്ഞിരിക്കുന്ന നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അല്ലെങ്കിൽ 10th ക്ലാസ് പ്ലസ് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അതായത് ITI കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. അതിൽ ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് ഇവിടെ കാണാം ഏതൊക്കെ ട്രേഡാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് നിങ്ങൾക്ക് കാണാം. TIG MIG വെൽഡർ കാണാം. ദെൻ വെൽഡർ, ഇവിടെ ഒരുപാട് വെൽഡറിൻ്റെ ഒരുപാട് കാറ്റഗറിയുടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, ഇതെല്ലാം ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ കാണാം. സ്ട്രക്ചറൽ വെൽഡർ, ഫാബ്രിക്കേഷൻ ആൻഡ് ഫിറ്റിംഗ് വെൽഡർ, വെൽഡിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ, ദെൻ അഡ്വാൻസ് വെൽഡർ ട്രേഡ്. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾക്ക് എന്താണ് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റോ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിന് അടുത്തത് നിങ്ങൾക്ക് ക്രെയിൻ ഓപ്പറേറ്ററാണ്. 5 വേക്കൻസിയാണ്. ഇതിൽ 10th ക്ലാസും പ്ലസ് ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രീഷ്യൻ ട്രേഡിൽ നിങ്ങൾക്ക് അപ്രൻറ്റീസ്ഷിപ്പോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റോ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസ് ഒരു പോസ്റ്റിലും വേണ്ട എന്നുള്ളതാണ്. ഇതിനടുത്ത് മെഷീൻ ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ 4 വേക്കൻസിയാണ്. ഇതിൽ നിങ്ങൾക്ക് 10th ക്ലാസ് പ്ലസ് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന NAC അല്ലെങ്കിൽ NTC. ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ, കാരണം എപ്പോഴും നമ്മൾ അപ്രൻറ്റീസ്ഷിപ്പ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ഫുള്ള് പറയുന്നില്ല, വളരെ ഷോർട്ടാക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എളുപ്പമാക്കുന്നതിനും വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കുന്നതിന് വേണ്ടി തന്നെ കാര്യങ്ങൾ നമ്മൾ ആ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മിൽറൈറ്റ് മെക്കാനിക് അല്ലെങ്കിൽ അതുപോലെ തന്നെ MMTM നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന NAC അല്ലെങ്കിൽ NTC ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം.
ഇനി അടുത്തത് മെഷീനിസ്റ്റ്. ഇതൊക്കെ കേട്ടിട്ട് എല്ലാവരും പിന്നെ വീണ്ടും ചോദിക്കും താഴെ കമൻറ്റിൽ, അതായത് കമൻറ്റ് ചോദിക്കുന്നതിനല്ല, നിങ്ങൾ വീഡിയോ കറക്റ്റ് വാച്ച് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അതായത് 10ാം ക്ലാസ്സും എന്താണ് ITയും അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും പ്ലസ് എന്താണ് NACയും വേണോ നിർബന്ധമാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മതി, അതായത് NACയോ അല്ലെങ്കിൽ NTCയോ മതി കേട്ടോ, അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇതിനടുത്തത് 4 വേക്കൻസിയാണ് മെഷീനിസ്റ്റിൽ. ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സും അതുപോലെ തന്നെ ഈ പറയുന്ന മെഷീനിസ്റ്റ്, ടേണർ, മെഷീനിസ്റ്റ്, ഗ്രൈൻഡർ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾക്ക് NTC ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി NAC ആണെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിനടുത്തത് ജേണിമാൻ പൈപ്പ് ഫിറ്ററാണ്. 7 വേക്കൻസിയാണ്. ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് ഈ പറഞ്ഞിരിക്കുന്ന ഫിറ്റർ, പ്ലംബിംഗ് ട്രേഡിൽ ഏതെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന ഫിറ്ററോ അല്ലെങ്കിൽ പ്ലംബിംഗ് ട്രേഡിലോ നിങ്ങൾക്ക് എന്താണ് NACയോ അല്ലെങ്കിൽ NTCയോ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ്സും വേണേ. ഇതിന് എല്ലാത്തിലും 10ാം ക്ലാസ് നിർബന്ധമാണ്. ഇതിനടുത്ത് ജേണിമാൻ റിഗറാണ്. ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് ഈ പറഞ്ഞിരിക്കുന്ന റിഗർ ഓർ കാർപ്പൻറ്റർ ട്രേഡിൽ നിങ്ങൾക്ക് എന്താണ് NACയോ അല്ലെങ്കിൽ NTCയോ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് ഡ്രൈവർ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആണ്. ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് ഈ പറഞ്ഞിരിക്കുന്ന ഡീസൽ മെക്കാനിക് ട്രേഡ് വിത്ത് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് വേണം. ഓക്കെ, അതായത് ഈ പറയുന്ന പോസ്റ്റിലേക്ക് കേട്ടോ, ഡ്രൈവർ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 10ാം ക്ലാസ്സും ഈ പറഞ്ഞിരിക്കുന്ന NAC ഓർ NTC, നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഡീസൽ മെക്കാനിക്കിലുള്ള NACയോ അല്ലെങ്കിൽ NTCയോ വേണം. അതോടൊപ്പം തന്നെ നമുക്ക് എന്തും പാടെ വേണമെന്ന് വെച്ചാൽ വാലിഡ് ആയിട്ടുള്ള ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും പാടെ വേണം. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, ഡ്രൈവിംഗ് ലൈസൻസും പാടുള്ളവർക്ക്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇലക്ട്രോണിക്സ് മെക്കാനിക്കാണ്. 2 വേക്കൻസിയാണ്. ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് വിത്ത് NAC ഓർ NTC ഇൻ ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡാണ്. അത് ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡിൽ NAC അല്ലെങ്കിൽ NTC ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇതിനകത്ത് ഡീസൽ മെക്കാനിക്കാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഡീസൽ മെക്കാനിക് അല്ലെങ്കിൽ മെക്കാനിക് ഡീസൽ ഓർ മെക്കാനിക് മറൈൻ ഡീസൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾക്ക് NACയോ അല്ലെങ്കിൽ NTC ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, 10ാം ക്ലാസ്സും. ദെൻ ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്നത് 50 വേക്കൻസിയാണ്. വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വേക്കൻസിയുടെ എണ്ണം നോക്കാൻ നിൽക്കണ്ട. ഓക്കെ, പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട് ഇൻക്രീസ്ഡോ ഡിക്രീസ്ഡ്, അത് നമ്മൾ നോക്കേണ്ട. കാരണം ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഒരുപാട് കാറ്റഗറി ട്രേഡ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി നമുക്കിതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്ക് ഉയർന്ന ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി, അതായത് ഈ പറഞ്ഞിരിക്കുന്ന എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഓർ ഫാർമസി ഓർ മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, MBA, ചാർട്ടേഡ് അക്കൗണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ട് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള MCA, അതുപോലെ LLB തുടങ്ങിയിട്ടുള്ള PhD തുടങ്ങിയിട്ടുള്ള ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാൻ എലിജിബിൾ അല്ല എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഫോർ എക്സാമ്പിൾ BE ഓർ BTech അല്ലെങ്കിൽ ME ഓർ MTech അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾ, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് നമ്മൾ ഈ IT ഒക്കെ കഴിഞ്ഞിട്ട് ഡിഗ്രി BA ഒക്കെ എടുത്താൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, ജസ്റ്റ് അതൊന്നും പ്രൊഫഷണൽ അല്ല. അപ്പോൾ അങ്ങനെയുള്ള ബാച്ചിലർ ഓഫ് ആർട്സ്, ബാച്ചിലർ ഓഫ് സയൻസ് ഒക്കെ എടുത്താൽ വലിയ പ്രശ്നമില്ല, നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഓർ ഫാർമസി ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പോലെയുള്ള ഇത്തരത്തിലുള്ള ഇതിന് തുല്യമായിട്ടുള്ള പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആകാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ. ഉയർന്ന പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ITI കഴിഞ്ഞവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതന്നെ നമുക്കുള്ളൊരു ബെനിഫിറ്റാണ്. തീർച്ചയായിട്ടും അതിലേക്ക് ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങളുടെ ജോബിൻ്റെ ആ ഒരു ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് നോക്കാം ഓരോ പോസ്റ്റിൻ്റെയും. ഓക്കെ, അതെല്ലാം ഞാൻ പറയുന്നില്ല. ഇനി ഇതിലേക്ക് അപേക്ഷ നൽകാനുള്ള ഏജ് ആണ്. ഏജ് എന്ന് പറയുന്നത് 26 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 1/1/2024 കണക്കാക്കിയാണ് ഏജ് കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 24 വയസ്സ് വരെ ഉള്ളവർക്ക്, അത് 26 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ നിങ്ങൾക്ക് 29 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC ST ആണെങ്കിൽ അവർക്ക് 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, OBC ആണെങ്കിൽ 29, SC ST ആണെങ്കിൽ 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ PWD കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മാനൊക്കെ നിശ്ചിതമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഈ ഒരു പോസ്റ്റിൽ നമുക്ക് നിശ്ചിതമായിട്ടുള്ളൊരു ട്രെയിനിങ് ആണ്. അതായത് നമ്മുടെ ഈ ജേണിമാൻ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ പെർമനൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, പോസ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ 24,000 പെർ മന്ത് ഉണ്ട്. പിന്നെ കുറച്ച് അലവൻസ് കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന സ്കെയിലും കൂടെ കാണാം 19,900 മുതൽ 69,650 എന്ന് പറയുന്നത് ഈ ഒരു സ്കെയിലിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകേണ്ട വെച്ചിട്ടാണ് അത് പെർമനൻറ്റ് ആക്കുന്ന കാര്യം ഞാൻ ഇവിടെ പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സ്റ്റൈപ്പൻഡ് ആൻഡ് അതർ ബെനിഫിറ്റ് എന്ന് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ജേർണിഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് അപ്രന്റീഷിപ്പ് പോലെയല്ല. ഇതെന്താണ്, നമുക്ക് കുറച്ചും പാടെ നമ്മുടെ ഒരുപാട് മൾട്ടി സ്കില്ല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ മെയിൻ ട്രേഡ് ഉണ്ടല്ലോ, ആ ട്രേഡ് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ട്രേഡുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലൊക്കെ നല്ല സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു
എന്താണ് ട്രെയിനിങ് പ്രോഗ്രാമാണ് ഈ പറയുന്ന ജേർണിമാൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും, സ്ഥിരമായിട്ട് അവരെ വാക്കൻസി ഇതിനനുസരിച്ച് നമ്മൾ സ്ഥിരമാക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഡ്യൂറേഷൻ ഇവിടെ പറയുന്നുണ്ട്, 2 വർഷത്തെ ഡ്യൂറേഷനിലേക്കാണ് ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജേർണിമാൻഷിപ്പ് ഉണ്ടായിരിക്കും. അത് ആദ്യത്തെ വർഷം നമുക്ക് മന്ത്ലി 24,000 രൂപ കൺസോൾട്ടേറ്റഡ് പേയ്മെൻറ്റ് ആയിരിക്കും. സെക്കൻഡ് ഇയർ നമുക്ക് 26,000 പെർ മന്ത് ആയിരിക്കും ലഭിക്കുക. ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്ക് PF, അതുപോലെ നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റി, അതുപോലെ തന്നെ നിങ്ങൾക്ക് സബ്സിഡൈസ്ഡ് ക്യാൻറ്റീൻ ഫെസിലിറ്റി ഒക്കെ ഉണ്ടായിരിക്കും. നമുക്ക് കുറഞ്ഞ റേറ്റിൽ ഫുഡൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടെ ട്രെയിനിങ് ആൻഡ് മൾട്ടി സ്കില്ലിംഗ് ആണ്. അതായത് ഈ പറയുന്ന ജേർണിമാൻഷിപ്പിൻ്റെ സമയത്ത് നമുക്ക് മൾട്ടിപ്പിൾ ട്രേഡിലായിരിക്കും നമുക്ക് ഇതിൻ്റെ എന്താണ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ലഭിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന 2 വർഷം കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്താണ് ഒരുപാട് വിവിധ മേഖലയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് നേടാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ അബ്സോർപ്ഷൻ. നമ്മളിതിൽ സ്ഥിരപ്പെടുത്തുന്ന കാര്യം ഇവിടെ പറയുന്നത്, സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പെർമനൻ്റ് ആയിട്ട് സെമി സ്കിൽഡ് എന്ന് പറയുന്നത് SSK എന്ന് പറയുന്നത് ഈ ഗ്രേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനടിസ്ഥാനമാക്കി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന ജേർണിമാൻഷിപ്പിൽ നല്ല രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യണം. പിന്നെ കമ്പനി റിക്വയർമെൻറ്റിനൊക്കെ അനുസരിച്ചായിരിക്കും അതിൻ്റെ എന്താണ് പെർമനൻറ്റ് ആകുന്നതിനെ തീരുമാനിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ പറയുന്ന സ്കെയിലിന് പുറമെ നമുക്ക് ബേസിക് പേക്ക് പുറമെ ഇൻഡസ്ട്രിയൽ DA HR അലവൻസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ അലവൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളിവിടെ തെറ്റിദ്ധരിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ 2 വർഷമല്ലേ എന്നുള്ളത് വെച്ചാൽ അതല്ല, 2 വർഷം നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ നമുക്ക് പെർമനൻ്റ് തന്നെ ആക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത് നമുക്ക് ഇതിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സാണ്. ഇതിലേക്ക് ആദ്യമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കുറേ ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ മാർക്ക് നമ്മളുടെ ഈ പറയുന്ന ITA അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ മാർക്കിനൊക്കെ അടിസ്ഥാനമാക്കി ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളെ റിട്ടൺ ടെസ്റ്റിനായിരിക്കും ഇവിടെ വിളിക്കുക. ആ റിട്ടൺ ടെസ്റ്റ് കഴിഞ്ഞാൽ അവർക്ക് പ്രാക്ടിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കും, അത് ട്രേഡ് ടെസ്റ്റും ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ചില പോസ്റ്റിന് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റിന് മാത്രം കേട്ടോ. ഡ്രൈവർ, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, റിഗ്ഗർ, അതുപോലെ ക്രെയിൻ ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ മറ്റുള്ള പോസ്റ്റിലേക്ക് നമുക്ക് റിട്ടൺ ടെസ്റ്റും പ്രാക്ടിക്കൽ ടെസ്റ്റുമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത് ഈ പറയുന്ന ഡ്രൈവർ, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, അതുപോലെ റിഗ്ഗർ, ക്രെയിൻ ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും പാടെ ഉണ്ടായിരിക്കും. എക്സ്ട്രാ ഈ പറഞ്ഞിരിക്കുന്ന 2 ടെസ്റ്റിന് പുറമെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും പാടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ റിട്ടൺ ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ പെൻ ആൻഡ് പേപ്പർ വൈസ് OMR ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പായുള്ള ക്വസ്റ്റൻ ആയിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ എക്സാം സെൻറ്റർ കൊൽക്കത്ത ആൻഡ് റാഞ്ചി ആയിരിക്കും. അപ്പോൾ അപേക്ഷകൾ ഏത് സ്ഥലത്തു നിന്നാണ് കൂടുതൽ വരുന്നത് അതിനനുസരിച്ച് വേണമെങ്കിൽ എക്സാം സെൻറ്ററൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അത് ഡിപ്പെൻഡ്സ് ഓൺ എന്താണ് എത്ര അപേക്ഷകൾ വന്നു എന്നുള്ളതിനൊക്കെ അടിസ്ഥാനമാക്കിയിരിക്കും. അതൊക്കെ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളിവിടെയൊക്കെ പോയിട്ട് എക്സാം എഴുതാൻ തയ്യാറാണെങ്കിൽ മാത്രം ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ദെൻ പാറ്റേൺ ഓഫ് റിട്ടൺ ടെസ്റ്റ്. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ വരണമെന്ന് വിചാരിച്ചാൽ നമുക്ക് എങ്ങനെയൊന്നും നടക്കില്ല. നിങ്ങൾ നമ്മുടെ ടൈമൊക്കെ കഴിഞ്ഞു പോകും, നമ്മുടെ ഏജൊക്കെ മാറും. അപ്പോൾ അതൊക്കെ പ്രത്യേകം നിങ്ങൾ പരിഗണിച്ച് നിങ്ങൾ പിന്നീടാണ് നമ്മളതൊക്കെ ചിന്തിക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ പാറ്റേൺ ഓഫ് റിട്ടൺ ടെസ്റ്റ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. നമുക്കിതിൽ വരുന്നത് 80 മാർക്ക് വെയിറ്റേജ് വരുന്നത് സബ്ജക്റ്റ് റിലേറ്റഡ് അല്ല ട്രേഡ് റിലേറ്റഡ് അല്ല ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏത് ട്രേഡാണോ ആ ട്രേഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരിക്കും 80 മാർക്കിന് വരിക. പിന്നെ ജനറൽ നോളജ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, മെൻ്റൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി 20 മാർക്കിന് വരും. ആകെ മൊത്തം 100 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക 100 മാർക്കിന്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പായുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും കേട്ടോ. 2 മണിക്കൂറായിരിക്കും ടൈം ഡ്യൂറേഷനൊക്കെ. അതോടൊപ്പം അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ട്രേഡ് ടെസ്റ്റ് ആണ്. ഇത് ജസ്റ്റ് ക്വാളിഫൈങ് നേച്ചറാണ്. ഇതിൽ നമ്മൾ ഒരുപാട് മാർക്കൊന്നും വേണ്ട, നിശ്ചിത കട്ട് ഓഫ് മാർക്ക് വാങ്ങിയാൽ മതി അതിൽ. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്യാന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആയിരിക്കും. പിന്നെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈനായിട്ട് മാത്രം അപ്ലൈ ചെയ്താൽ പോരാ. ഓൺലൈൻ അപേക്ഷ നൽകിയതിന് ശേഷം നമ്മളത് പ്രിൻ്റ് ഔട്ട് എടുക്കണം. അത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ ആവശ്യമായുള്ള സ്ഥലങ്ങളിൽ സൈൻ ചെയ്യുക, സിഗ്നേച്ചർ ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ കാസ്റ്റ്, PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മുടെ എന്തൊക്കെയാണോ ഡോക്യുമെൻറ്റ്സ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവകാശപ്പെടുന്നത് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. ആ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കാര്യവും നമ്മുടെ പ്രിൻ്റ് എടുത്ത് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് എടുത്ത് നമ്മൾ എല്ലാം ഫില്ല് ചെയ്തിട്ട് നമ്മൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് പ്രിൻ്റ് എടുക്കുള്ളൂ. ഫൈനൽ പ്രിൻ്റ് ഉണ്ടല്ലോ, ആ പ്രിൻറ്റിൽ ആവശ്യമുള്ള സ്ഥലത്ത് സൈൻ ചെയ്ത് അതിൻ്റെ കൂടെ ഈ റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളിതാ ഈ പച്ച കളറിൽ ഞാനിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു അഡ്രസ്സ് നിങ്ങൾക്ക് പോസ്റ്റ് ബോക്സ് നമ്പർ പറഞ്ഞിട്ട് ഇവിടെ കാണാം, പിൻകോഡ് എടുക്കാം. ഓക്കെ, ഇതുവരെ ഈ അഡ്രസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, സെൻഡ് ചെയ്യേണ്ടത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓർഡിനറി പോസ്റ്റിലാണ് സെൻഡ് ചെയ്യേണ്ടത്. മീൻസ് നമ്മൾ സ്പീഡ് പോസ്റ്റോ രജിസ്റ്റേർഡ് പോസ്റ്റോ ഒന്നും ചെയ്യാൻ പാടില്ല. ഓർഡിനറി പോസ്റ്റ് വഴിയാണ്. മീൻസ് അത് നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോയി പറഞ്ഞാൽ മതി ഓർഡിനറി പോസ്റ്റിലാണ് അയക്കേണ്ടതെന്ന്. ഓക്കെ, അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് 24 ഫെബ്രുവരി 2024 മുന്നേ അവിടെ എത്തണം. ഓക്കെ, ഫെബ്രുവരി 24 മുന്നിൽ അവിടെ എന്ത് ചെയ്യണം, നമ്മുടെ ഈ രേഖ എത്തണം എന്നുള്ളതാണ് പോസ്റ്റലായിട്ട്. ഓക്കെ, അതിൻ്റെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ എൻവലപ്പിൻ്റെ മുകളിൽ നമ്മൾ പോസ്റ്റലായിട്ട് അയക്കുമല്ലോ, ആ കവറിൻ്റെ മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന രീതിയിൽ GRSC എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റി നമ്പർ 2024/02J എന്ന് പറഞ്ഞിട്ട് നമ്പറും നിങ്ങൾ ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നത് ആ പോസ്റ്റ് നെയിമും എന്ത് ചെയ്യണം ഇവിടെ കൊടുക്കണം. ഓക്കെ, ആ കവറിൻ്റെ മുകളിൽ നിങ്ങൾ എഴുതി കൊടുക്കണം. ഓക്കെ, പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുന്ന കവറിൻ്റെ മുകളിൽ കേട്ടോ. അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം.
അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം, അത് പ്രിൻ്റ് എടുക്കുക, അത് പ്രിൻ്റ് എടുത്തിട്ട് ആവശ്യമുള്ള സ്ഥലത്ത് സൈൻ ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഒരു കവറിൽ ഇട്ടിട്ട് എന്ത് ചെയ്യുക, ആ കവറിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിരിക്കുന്ന ഞാൻ ഈ റോസ് കളറോട് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്ത് ചെയ്യുക, ഈ നോട്ടിഫിക്കേഷൻ നമ്പർ ചെയ്താൽ, പിന്നെ ഏത് പോസ്റ്റാണ് നിങ്ങൾ ഏത് ട്രേഡാണ് ഏത് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രേഡിൻ്റെ നെയിം അവിടെ ചെയ്താൽ ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ അഡ്രസ്സിലേക്ക് പച്ച കളറിലൂടെ അടയാളപ്പെടുത്തിയ ഈ അഡ്രസ്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർഡിനറി പോസ്റ്റായിട്ട് അയച്ചു കൊടുക്കുക. ഇതാണ് വേണ്ടത്. അത് എത്തേണ്ട അവസാന തീയതി ഫെബ്രുവരി 24 ഓൺലൈനായിട്ട് അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഫെബ്രുവരി 20 പ്രത്യേകം ശ്രദ്ധിക്കുക. ഫെബ്രുവരി 20 അല്ല, ഫെബ്രുവരി 19 ഓക്കെ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അപേക്ഷ ഫീസ് ഉണ്ട്. ഇതിൽ 427 രൂപയാണ് അപേക്ഷ ഫീസ് ഉള്ളത്. എന്നാൽ SC/ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് യാതൊരുവിധ ഫീസും കൊണ്ട് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഈ 472 രൂപ നമ്മൾ ഓൺലൈൻ മോഡായിട്ടാണ് ഫീ അടയ്ക്കേണ്ടത് കേട്ടോ. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്, ഓൺലൈൻ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 20 ജനുവരിയാണ്. ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് 19 ഫെബ്രുവരിയാണ്. ഇത് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് പ്രിൻ്റ് എടുത്ത് പോസ്റ്റിലായിട്ട് ഓർഡിനറി പോസ്റ്റായിട്ട് അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി, അവിടെ എത്തേണ്ട അവസാന തീയതി 24 ഫെബ്രുവരിൻ്റെ ഉള്ളിൽ അവിടെ എത്തണം എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് വരുന്നതും ഇതിൻ്റെ റിട്ടേൺ ടെസ്റ്റിൻ്റെ കാര്യങ്ങളും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ കാര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് അറിയിക്കുക. പിന്നെ മെയിൽ വഴിയും വരും. മെയിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്യണം ഓക്കെ. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പുകളുടെ ലിങ്കൊക്കെ താഴെ, അതിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഇതൊക്കെ അപ്ഡേഷനൊക്കെ നമ്മൾ കണ്ടാൽ നമ്മളൊന്നെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ഗ്രൂപ്പുകളിൽ ഇടാറുണ്ട് കേട്ടോ ഓക്കെ. ഇനി നമ്മൾ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് വീഡിയോസ് നമ്മുടെ ചാനൽ കയറി വീഡിയോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് നമ്മൾ റീസെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും ഇവിടെ കാണാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. അതായത് ഓരോന്ന് നിങ്ങൾക്ക് ഓരോ ഡേ ബൈ ഡേ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൂടെ കാണാൻ പറ്റും ഓക്കെ. അപ്പോൾ ഇനി ഇവിടെ നിങ്ങൾക്ക് നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ലിങ്ക് തരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത് അവിടെ തന്നെ ഡൗൺലോഡ് ചെയ്യാം. അഡ്വർടൈസ്മെൻറ്റ് വ്യൂ ഡീറ്റെയിൽഡ് അഡ്വർടൈസ്മെൻറ്റ് ഇവിടെ കാണാം ഓക്കെ. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം ഓക്കെ. ഇതൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്യുക. then നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് ഇതിൽ പറഞ്ഞിട്ട് സ്റ്റെപ്പ് 1 എന്താണ്, സ്റ്റെപ്പ് 2 എന്താണ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വായിച്ച് നോക്കി ചെയ്യാവുന്നതാണ്. ഓരോ ഫോമിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ. അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഞാൻ കാണിക്കാം ഇവിടെ നിങ്ങൾക്ക്. ഇതിനടുത്ത് നമ്മളിവിടെ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് നമ്മളിവിടെ ഫ്രഷ് കാൻഡിഡേറ്റ്സ് എന്നുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഓക്കെ. അപ്പോൾ നമ്മൾ ഓൾറെഡി അതിൽ രജിസ്റ്റർ ചെയ്താൽ പിന്നെ നമ്മൾ ഓൾറെഡി ലോഗ്ഡ് ഇൻ കാൻഡിഡേറ്റ്സ് എന്നുള്ള സെക്കൻഡ് ലിങ്കിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മളത് ഈ ഫ്രഷ് നിങ്ങൾക്കിവിടെ കാണാം, ഈ ഫ്രഷ് എന്ന് പറയുന്നത് ഫ്രഷ് കാൻഡിഡേറ്റ്സ് എന്നുള്ള ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഫ്രഷ് കാൻഡിഡേറ്റ്സ് ഉള്ളത് കൊടുക്കുകയാണ്. ആ ഫ്രഷ് കാൻഡിഡേറ്റ്സ് എന്ന് കൊടുക്കുന്ന സമയത്ത് നമ്മളോട് ആദ്യം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ പേര് കൊടുക്കുക. അവിടെ നിങ്ങളുടെ SSLC ബുക്കിലുള്ള അതേപോലെ നിങ്ങൾ പേര് കൊടുക്കണേ ഓക്കെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടുന്ന് സെലക്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, ഫിറ്ററാണോ വെൽഡറാണോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഇമെയിൽ ID നിങ്ങളിവിടെ കൊടുക്കുക. ഇമെയിൽ ID എന്ന് പറഞ്ഞാൽ ഫുള്ള് കൊടുക്കേണ്ട, നിങ്ങൾ ഇമെയിലിൻ്റെ ആ യൂസർ നെയിം ഉണ്ടല്ലോ അതിവിടെ കൊടുക്കുക. അതിനുശേഷം ഡൊമൈൻ നെയിം ഇവിടുന്ന് സെലക്ട് ചെയ്താൽ മതി. Gmail ആണോ ഹോട്ട്മെയിൽ ആണോ ഏതാണെന്ന് യാഹു ആണോ വെച്ചാൽ സെലക്ട് ചെയ്യുക ഓക്കെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാം GOCL EduLand എന്ന് ഇവിടെ കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാനിപ്പോൾ ഇവിടെ GOCL EduLand എന്ന് കൊടുത്തു. എന്നിട്ട് ഇവിടെ ഡൊമൈൻ നെയിം എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക, Gmail എന്ന് കൊടുക്കുക ഓക്കെ. ഇനി ഇതിലൊന്നും ഇല്ലാത്ത ഡൊമൈൻ നെയിമാണ് നമ്മളെങ്കിൽ അത് എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കത് വേണ്ട, ഇവിടെ തന്നെ ഉള്ളതിൽ അധികം Gmail ആയിരിക്കും നമ്മളത്, അതുകൊണ്ട് പ്രശ്നമില്ല ഓക്കെ. അതിനുശേഷം എൻ്റർ ഇമെയിൽ ID, ഇവിടെ ഫുൾ ഇമെയിൽ ID നമ്മൾ എന്ത് ചെയ്യുക, അടിച്ചു കൊടുക്കുക, GOCL@gmail.com ഓക്കെ. എന്നിട്ട് നമ്മൾ പാസ്വേഡ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. മാനുവലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാസ്വേഡ് ഇതിൽ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മാനുവലായിട്ട് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. എന്നതിന് ശേഷം ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ ഗൈഡ് ലൈൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കി എന്നുള്ളതാണ്. ഡിക്ലറേഷൻ കൊടുക്കുക, യെസ് എന്ന് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ഞാനത് ഫില്ല് ചെയ്തിട്ട് കൊടുത്ത് കാണിക്കാം. ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്തു, പാസ്വേഡ് സെറ്റ് ചെയ്തു. ഇനി ഇവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കുകയാണ്. അങ്ങനെ സബ്മിറ്റ് എന്ന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ. നമ്മുടെ മെയിലിലേക്ക് അതിൻ്റെ ഒരു അക്നോളജ്മെൻറ്റ് അവർ സെൻഡ് ചെയ്തിട്ടുണ്ടാവും. പാസ്വേഡ് യൂസർ നെയിം കാര്യങ്ങളൊക്കെ അതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഓക്കെ. ഇനി ഞാൻ എന്ത് ചെയ്യുക, ഇവിടെ പ്രൊസീഡ് ടു ലോഗിൻ, നമുക്ക് ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യുക, ലോഗിനിലേക്ക് പോകാം. അല്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ കയറി അതേ പേജിലേക്ക് വീണ്ടും കയറാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പ്രൊസീഡ് ടു ലോഗിൻ എന്ന് കൊടുക്കുന്നു. എന്നിട്ട് പിന്നെ നമ്മളോട് ഇവിടെ ചോദിക്കുന്നത് ഇമെയിൽ ID ആണ്. നമ്മുടെ ഇമെയിൽ ID ഇവിടെ അടിച്ചു കൊടുക്കുക. ഇതിന് ഏത് പോസ്റ്റിലേക്കാണ് നമ്മൾ സെലക്ട് ചെയ്തിരുന്നത്, ഫിറ്റർ അല്ല, അപ്പോൾ ഫിറ്റർ തന്നെ ഇവിടെ വീണ്ടും സെലക്ട് ചെയ്യുക. എന്നിട്ട് പാസ്വേഡ് എന്ത് ചെയ്യുക, നമ്മളിവിടെ അടിച്ചു കൊടുക്കുക. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ഉണ്ടല്ലോ അത് അടിച്ചു കൊടുക്കുക. അങ്ങനെ പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുത്തു. ഇവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കുക. അങ്ങനെ സബ്മിറ്റ് കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമുക്ക് ഇനി ഓരോരോ സ്റ്റെപ്പ് ആക്ഷൻ 1 എന്നുള്ളത് ഫിൽ ആപ്ലിക്കേഷൻ, ആക്ഷൻ 2 എന്നുള്ളത് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുക, ദെൻ പിന്നെ മറ്റു ഡോക്യുമെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് പ്രിവ്യൂ ആണ്, ദെൻ ലാസ്റ്റ് നമുക്ക് പേയ്മെൻ്റ് ആണ്. ഇങ്ങനെ 4 സ്റ്റെപ്പാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ടു ബി കംപ്ലീറ്റഡ് ഇനി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്നും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് എന്ന് കാണിക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ടു ബി കംപ്ലീറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബട്ടൺ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ ലോഗൗട്ട് ആണെങ്കിൽ ലോഗൗട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഫിൽ ആപ്ലിക്കേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു.
ആ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 4 വിൻഡോ വന്നിട്ട് 4 ബട്ടൺസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ക്ലിക്ക് ഹിയർ ടു ഫിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ആദ്യം ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഒരു ഫോം വന്നിട്ടുണ്ട്. കുറച്ച് വലിയ ഫോമുകളാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ പേര് നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ അതിന് നമ്മുടെ പേരിൻ്റെ ആ ഒരു പ്രിഫിക്സ് നമ്മളത് സെലക്ട് ചെയ്യുക. ഓക്കെ, അത് നമ്മുടെ പേര് ഇവിടെ ഓൾറെഡി നമ്മൾ അടിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളുടെ റിട്ടേൺ ടെസ്റ്റ് സെൻറ്ററാണ് ചോദിക്കുന്നത്, കൊൽക്കത്ത, റാഞ്ചി എവിടെയാണ് വേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക നിങ്ങൾ. അപ്പോൾ നമ്മൾ എടുത്ത ട്രേഡൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ, ഫിറ്റർ അതൊക്കെ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ഏജ് ഒക്കെ ഇവിടെ കാണിക്കും കേട്ടോ, നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് കൊടുത്ത ഇതുണ്ടല്ലോ ഏജ് ഒക്കെ ഇവിടെ കാണിക്കും. അതിനുശേഷം ഫാദറിൻ്റെ പേര് ഇവിടെ ചോദിക്കുന്നുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്തമാതിരി കൊടുക്കണം, ഫാദറിൻ്റെ പേര് കൊടുക്കണം. ഓക്കെ, അതോടൊപ്പം നമ്മൾ മെയിൽ ഓർ ഫീമെയിൽ ആണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം അവിടെ കൊടുക്കണം കേട്ടോ. ഓക്കെ, ഞാൻ ഫാദറിൻ്റെ പേരടിച്ചു, മെയിൽ ഓർ ഫീമെയിൽ ഏതാണ് ചോദിക്കുന്നത് അത് കൊടുക്കാം. പിന്നെ അഡ്രസ്സാണ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. ഈ കോളത്തിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുക്കാം. ഓക്കെ, ദെൻ അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം പെർമനൻറ്റ് അഡ്രസ്സ്. ഓക്കെ, ഈ പെർമനൻറ്റ് അഡ്രസ്സ് നിങ്ങൾ ഇവിടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിൻ്റെ കുറച്ചുപാട് ഭാഗങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഈ റൈറ്റിലേക്ക് വരുന്നുണ്ട്, സിറ്റി നമ്മൾ കൊടുക്കണം, ദെൻ സ്റ്റേറ്റ് നമ്മൾ കൊടുക്കണം. ഓക്കെ, കേരള. ഓക്കെ, കേരള കൊടുത്തു. ദെൻ പിൻകോഡ് നമ്മൾ കൊടുക്കണം. ഓക്കെ, ദെൻ ആ പിൻകോഡ് വരെ നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ രണ്ടാമത് സിറ്റി വരുന്ന പെർമനൻറ്റ് അഡ്രസ്സിൻ്റെ ആണ്. ഓക്കെ, പിൻകോഡ് വരെ ഇവിടെ കൊടുക്കുക. അതിന് ശേഷം നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഭാഗം നിങ്ങൾ നോക്കുക കേട്ടോ. 1 2 3 4 5 6 കോളം. ഈ 6 കോളമാണ് ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിൻ്റെ വരുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് തന്നെയാണ് നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ഓപ്ഷൻ ഉണ്ട്, ഒന്ന് ടിക്ക് ചെയ്താൽ മുകളിൽ കൊടുത്ത അഡ്രസ്സ് ഇവിടെ കോപ്പി ആയിക്കോളും. ഓക്കെ, താഴേക്ക് വന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ ടിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ആ മുകളിൽ കൊടുത്ത അതേ അഡ്രസ്സിനോട് വന്നു. അപ്പോൾ ഇതിൽ വ്യത്യാസമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണം, ജസ്റ്റ് അൺടിക്ക് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യണം, അത് മാനുവലായിട്ട് തന്നെ അവർ ഫില്ല് ചെയ്യാം. നേരത്തെ കൊടുത്തവർ ഓരോന്നും ഫില്ല് ചെയ്യാം. രണ്ടും സെയിം ആണെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്താൽ മതി. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഇമെയിൽ ID കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ ഇമെയിൽ ID ഉണ്ട്, അതുകൂടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, നിർബന്ധമില്ല. പിന്നെ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ ഇവിടെ ടെലിഫോൺ ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ വേണ്ട മൊബൈൽ നമ്പർ കൊടുത്താൽ മതി. മൊബൈൽ നമ്പറാണ് നിർബന്ധം. ഓക്കെ, അതിനുശേഷം നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ ഈ പറയുന്ന GRSയിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് അപ്രന്റീസ്ഷിപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ്റെ സമയത്ത് നമുക്ക് നിശ്ചിതമുള്ള ഒരു വെയിറ്റേജ് ഒക്കെ കിട്ടും കേട്ടോ, ഒരു പ്രിഫറൻസ് ഒക്കെ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ അപ്രന്റീസ്ഷിപ്പ് ഒക്കെ മാക്സിമം നല്ല കമ്പനികളിൽ തന്നെ അല്ലെങ്കിൽ നല്ല ഇത്തരം ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം അവിടേക്ക് റിക്രൂട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നമുക്ക് നിശ്ചിതമായുള്ളൊരു പ്രിഫറൻസ്, ഒരു മുൻഗണന ഒക്കെ നമുക്ക് തരും, വെയിറ്റേജ് ഒക്കെ തരുന്നുള്ളതാണ്. പിന്നെ നമ്മുടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഏതാച്ചാൽ കൊടുക്കുമ്പോൾ ഞാൻ കാലിക്കറ്റാണ്, കാലിക്കറ്റ് കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മളോട് റിലീജിയൻ ഏതാ ചോദിക്കുന്നുണ്ട് അത് കൊടുക്കുക നിങ്ങൾ. ദെൻ അതിനുശേഷം അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന റിലീജിയൻ അല്ലാതെ വേറെ ഏതെങ്കിലും റിലീജിയൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്പെസിഫൈ ചെയ്യാനുള്ളൊരു കോൾ ഇവിടെ ഉണ്ട്, ഇല്ലെങ്കിൽ അത് ബ്ലാങ്ക് ആക്കി വിട്ടാൽ മതി. കാറ്റഗറി ഏതാണ്, ജനറൽ OBC SC ST ആണ് ഏതായാലും അത് കൊടുക്കുക നിങ്ങൾക്ക്. ദെൻ PWD കാൻഡിഡേറ്റ്സ് ആണോ എന്നാണ്, അത് നിങ്ങൾക്ക് ഡിസബിലിറ്റി ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ദെൻ മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നുള്ളത് ചോദിക്കുന്നത് അത് നിങ്ങൾ അനുസരിച്ച് കൊടുക്കാം. ദെൻ നാഷണാലിറ്റി ഇന്ത്യൻ കൊടുക്കാം. ഓക്കെ, ദെൻ എക്സ് സർവീസ്മാൻ ആണോ ചോദിക്കുന്നുണ്ടാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ, അപ്പോൾ യെസ് കൊടുത്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർ കൊടുക്കണം കേട്ടോ, എക്സ് സർവീസ്മാൻ ആണെങ്കിൽ. പിന്നെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഓട്ടോണമസ് സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ സ്ഥിരം എംപ്ലോയി ആണോ എന്നുള്ളതൊക്കെ ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. അപ്പോൾ നമ്മൾ നോ കൊടുക്കുക. ദെൻ പെർമനൻറ്റ് എംപ്ലോയി GRSയിൽ പെർമനൻറ്റ് എംപ്ലോയി ആണോ എന്ന് നോ കൊടുക്കുന്നു. ദെൻ വെദർ നമ്മുടെ ഈ പറയുന്ന GRSയിൽ നമ്മളെ റിലേറ്റീവ്സ് ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്, ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നമ്മൾ അതിനോട് സേവ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു, ഇവിടെ സേവ് ഡീറ്റെയിൽസ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് സക്സസ്ഫുള്ളി സേവ്ഡ്. ഓക്കെ, ബാക്ക് നിന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ എന്തിനാണ് ക്ലിക്ക് ചെയ്യട്ടോ ഫിൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ഇങ്ങനെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യുക ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏതാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ വെച്ചപ്പോൾ ആദ്യം നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടത് നമ്മൾ 10ാം ക്ലാസ്സിലെ ഡീറ്റെയിൽസ് ഫസ്റ്റ് ഫില്ല് ചെയ്യാം നമുക്ക്. ഓക്കെ, 10ാം ക്ലാസ്സിൻ്റെ കൊടുക്കാം. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ആഡ് ക്വാളിഫിക്കേഷൻ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ഒരു ബോക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഡിഗ്രീൻ്റെ നെയിം, അതായത് ഇപ്പോൾ നമ്മൾ SSLC അല്ലേ, അപ്പോൾ 10ാം ക്ലാസ് പറഞ്ഞാൽ SSLC ആണ്, അപ്പോൾ അത് കൊടുക്കുന്നു, അല്ലെങ്കിൽ 10th എന്ന് കൊടുത്താലും മതി നിങ്ങൾ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ സ്പെഷ്യലൈസ് സബ്ജക്റ്റ് അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ നെയിം ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് SSLC തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ സബ്ജക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കട്ടോ അത്ര. അതായത് നമുക്കിതിലിപ്പോൾ ഏതൊക്കെ സബ്ജക്റ്റ് നമ്മൾ 10ാം ക്ലാസ് പഠിക്കുന്നുണ്ട് വെച്ചാൽ അത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട് അത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, പിന്നെ സോഷ്യൽ സയൻസ്, അത് ഓരോന്നും അങ്ങനെ ഒരു കോമന്റ് കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ ഇപ്പോൾ എല്ലാം കൊടുത്ത് കാണിക്കുന്നില്ല, നിങ്ങളതിങ്ങനെ കൊടുക്കുക. പിന്നെ മാത്സ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിരിച്ചില്ലേ അതൊക്കെ കംപ്ലീറ്റ് അങ്ങനെ കൊടുക്കുക കേട്ടോ. ഞാൻ ഫുള്ള് കൊടുക്കുന്നില്ല, നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക. പിന്നെ ഡ്യൂറേഷൻ ഇയർ ഓർ മന്താണ് ചോദിക്കുന്നത്, അപ്പോൾ അത് നമ്മൾ കൊടുക്കുക. ജസ്റ്റ് 10ാം ക്ലാസ് പറഞ്ഞാൽ നമുക്കൊരു വർഷമാണല്ലോ. ഓക്കെ,
നമ്മൾ ജസ്റ്റ് കൊടുത്താൽ മതി. കാരണം SSLC എന്ന് പറയുന്നത് 9th കഴിഞ്ഞ് 10th എന്ന് പറയുന്ന ഒരു വർഷമാണ് അതിൻ്റെ ഡ്യൂറേഷൻ. ജസ്റ്റ് നമുക്കത് കൊടുത്താൽ അതിന് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ പാസിങ് മന്ത് ക്ലിയർ ആയിട്ട് കൊടുക്കുക. നമ്മൾ എന്നാണ് പാസ് ആയി വെച്ചാൽ മെയ് ആണോ ദെൻ അല്ലെങ്കിൽ ജൂൺ ആണോ വിചാരിച്ചാൽ കൊടുക്കുക. നിങ്ങൾ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും, അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കണം കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ 2020 കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി ഏതാണ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മുടെ കേരള ബോർഡ് SSLC ആണെങ്കിൽ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷനാണ് വരിക കേട്ടോ. ഇനി CBSE ആണെങ്കിൽ നിങ്ങൾ CBSE അത് അതിനനുസരിച്ചിട്ട് കൊടുക്കണം. THSLC ആണെങ്കിൽ ICSE ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കണം. ദെൻ മാർക്കിംഗ് സ്കീം ചോദിക്കുന്നത് നമുക്ക് ഗ്രേഡ് ആണോ എന്ന് ചോദിക്കുന്നത്. ഇപ്പം നമ്മളുടെ ഗ്രേഡ്സ് നിന്ന് കൊടുത്താലും നമുക്ക് എന്താണ് അതിൽ ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ് ഒന്നും അല്ലെ നമ്മളെ SSLCയിൽ കാണിക്കുന്നില്ല. അപ്പോൾ നമുക്കിവിടെ മാർക്സ് നിന്ന് കൊടുക്കുന്നവർക്കും കുറച്ചും കൂടെ എളുപ്പം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, SSLCയുടെ മാർക്ക് എങ്ങനെ കാണുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്താൽ കാണാം. ഞാനിതാ നമ്മുടെ ചാനലിൽ കയറി സെർച്ച് ചെയ്യണം കേട്ടോ. SSLC എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ലിങ്ക് ഞാനിടാം കേട്ടോ. SSLC എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇതാ ജസ്റ്റ് ഇതാ ഒരു കാൽക്കുലേറ്ററിൻ്റെ ചിഹ്നമുള്ള ഒരു കാൽക്കുലേറ്ററിൻ്റെ തമ്പനയിലുള്ള ജസ്റ്റ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 11 മാസം മുൻപ് ചെയ്ത വീഡിയോ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ SSLCയിലെ മാർക്ക് നിങ്ങൾക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ ഒരു ധാരണ ലഭിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കിട്ടിയ മാർക്കാണ്, മാർക്ക് ഒബ്റ്റൈൻഡ് എന്നുള്ളത് കിട്ടിയ മാർക്ക് കൊടുക്കാൻ. ടോട്ടൽ മാർക്ക് SSLC വരുന്നത് 680 ആണ്. അപ്പോൾ അത് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് ഇവിടെ കാണിക്കും കേട്ടോ അടിയിൽ. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് ഇവിടെ ഓട്ടോമാറ്റിക്കായി കാൽക്കുലേറ്റ് ചെയ്യും. 89.23 പെർസെൻറ്റേജ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മാർക്ക് ഒബ്റ്റൈൻഡ് എന്നുള്ളത് നിങ്ങളുടെ എഴുതി കിട്ടിയ മാർക്ക്. ദെൻ നമുക്ക് ഔട്ട് ഓഫ് ആണ് ഈ മാർക്സ്, മാക്സിമം മാർക്ക് എന്നുള്ള ഔട്ട് ഓഫ് എത്രയാണെന്ന് വെച്ചാൽ 680 നമ്മുടെ SSLCൻ്റെ വരുന്നത്. പിന്നെ ഡിവിഷൻ നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ ഫസ്റ്റ് ക്ലാസ് കൊടുക്കുന്നു. ദെൻ അതോടൊപ്പം ഡെലിവറി മോഡ് നമ്മൾ ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ എങ്ങനെയാണ് പഠിച്ചു വെച്ചാൽ ഫുൾ ടൈം കൊടുക്കുക. അതിനുശേഷം സേവ് ക്വാളിഫിക്കേഷൻ അത് കൊടുക്കുക. അതാണ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് സക്സസ്ഫുള്ളി സേവ്ഡ്. ഇനി രണ്ടാമത്തെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇതിൽ ഏതാണ് നിങ്ങൾക്കുള്ള 12th പഠിച്ചിട്ടുണ്ട് കൊടുക്കാൻ നിർബന്ധമല്ല. ഇല്ലെങ്കിൽ നമുക്ക് നേരെ NAC അല്ലെങ്കിൽ NTC കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ NTC വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ആഡ് ക്വാളിഫിക്കേഷൻ കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇതുപോലെ നമുക്ക് വീണ്ടും കോളം വരും. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, NTC എന്നുള്ള സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് ഏതാണ് ഫിറ്റർ ആണല്ലോ നമ്മൾ സെലക്ട് ചെയ്യുക. ഫിറ്ററിൽ തന്നെ വെപ്പൺ ഫിറ്റർ ആണോ MMTM ആണോ ഏതാச்சுം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഉമ്മച്ചി വിളിച്ചതിൽ കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ ഡ്യൂറേഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ നമ്മളിവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം പാസിംഗ് മന്ത് എന്നാഴ്ച അത് സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി ഏതാഴ്ച നിങ്ങൾക്കത് സെലക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അതിനുശേഷം മാർക്സ് കിട്ടിയ അല്ലെങ്കിൽ ഗ്രേഡ് ആണെങ്കിൽ ഗ്രേഡ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ എളുപ്പത്തിന് മാർക്സാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എനിക്ക് കിട്ടിയത് 800 മാർക്കാണ് വിചാരിക്കുക. അപ്പോൾ ടോട്ടൽ 1000-ലാണെന്ന് വിചാരിക്കുക. അത് നിങ്ങൾ നോക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ വെറുതെ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ITയിൽ എങ്ങനെയാണോ മാർക്ക് സ്കീം എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കണം. ഡിവിഷൻ നിങ്ങൾക്ക് എന്താ ഫസ്റ്റ് സെക്കൻഡ് ഉണ്ടോ ഏകദേശം കൊടുക്കാം. ദെൻ എന്താണ് ഡെലിവറി കൂടെ ഫുൾ ടൈം കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് സേവ് ക്വാളിഫിക്കേഷൻ കൊടുക്കുക കേട്ടോ. ഞാനിവിടെ എന്താണ് സേവ് ക്വാളിഫിക്കേഷൻ എന്ന് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പം നമ്മൾ 2 കാര്യങ്ങളോട് കൊടുത്തു. ആ 2 കാര്യങ്ങളൂടെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് 10th ക്ലാസ് വന്നിട്ടുണ്ട് ആദ്യം, പിന്നെ രണ്ടാമത് NTCയും വന്നിട്ടുണ്ട്. ഇത്രയാണ് ഇപ്പം ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇനി ഞാനിവിടെ വാലിഡേറ്റ് ക്വാളിഫിക്കേഷൻ ആൻഡ് പ്രൊസീഡ് ടു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ബട്ടണാണ് ഇനി ക്ലിക്ക് ചെയ്യേണ്ടത്. താഴെ കാണാം, അത് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്തോളൂ, നിർബന്ധമില്ല. എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അത് ബ്ലാങ്ക് ആക്കി ഇങ്ങനെ തന്നെ വിട്ടാൽ മതി. അത് പ്രൊസീഡ് ടു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് കൊടുക്കാം നമുക്ക്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി. ഇനി ഇവിടെ അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ അവിടെ കാണിക്കുന്നത്, അത് നമുക്കുണ്ട് എന്നുള്ളതൊക്കെ ഒരു ഡിക്ലറേഷൻ ആണ്. അതോടൊപ്പം നമുക്ക് ഉയർന്ന ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. ഇനി അഡീഷണൽ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതിൻ്റെ കോളങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മളതൊക്കെ വായിച്ച് മനസ്സിലാക്കി ഇവിടെ യെസ് എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആക്സെപ്റ്റ് ക്വാളിഫിക്കേഷൻ അണ്ടർടേക്കിംഗ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് പ്രൊസീഡ് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ബ്രൗസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 50 KB കൂടാൻ പാടില്ല കേട്ടോ, ഫോട്ടോഗ്രാഫ് ആണെങ്കിലും സിഗ്നേച്ചർ ആണെങ്കിലും. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഒരു ഫോട്ടോ ഇതിൽ അപ്ലോഡ് ചെയ്ത് കാണിക്കാം, എക്സാമ്പിൾ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഗ്രീൻ കളർ കാണില്ലേ, ബ്രൗസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് യുവർ ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഫോട്ടോഗ്രാഫ് ഇവിടെ തെളിഞ്ഞു വന്നു. ഓക്കെ, ഇനി അടുത്ത് ഇതുപോലെ സിഗ്നേച്ചർ എന്ത് ചെയ്യുക, ബ്രൗസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് യുവർ സിഗ്നേച്ചർ ഇവിടെ വന്നു. ഇനി നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. ഇനി നമ്മൾ എന്തെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടത് വെച്ചാൽ 10th ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ആണ്. അത് നമ്മുടെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ആവശ്യത്തിന് വേണ്ടിയാണ്. ഓക്കെ, അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 10th ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, 300 KB കൂടാൻ പാടില്ല ഫയൽ സൈസ് എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ.
PDF മാത്രമേ ഇതിലേക്ക് അപ്ലോഡ് ആവുള്ളൂ എന്നും പ്രത്യേകം ശ്രദ്ധിക്കാം. എന്നാൽ അവിടെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എന്താണ് ഫയൽ നെയിമൊക്കെ വരും കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി വെറുതെ ഏതെങ്കിലുമൊക്കെ PDF ആണ് ഇടുന്നത്. ഇത് ക്ലിക്ക് ചെയ്യാൻ ടു അപ്ലോഡ് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ PDF എന്നുള്ള സിമ്പിൾ ഇവിടെ വരും. ഇത് നിങ്ങൾക്ക് ഇവിടുന്ന് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇതിനടുത്ത് നമ്മൾ ഇതാക്കേണ്ടത് നമ്മളെന്താ ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് വെച്ചാൽ NTC സർട്ടിഫിക്കറ്റ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. ബ്രൗസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ടൊന്ന് അപ്ലോഡ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ PDF-ൻ്റെ ചിഹ്നം വരും. അടുത്തത് നമ്മൾ ഇവിടെ NTC മാർക്ക് ഷീറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ബ്രൗസ് എന്ന് കൊടുക്കാം, അപ്ലോഡ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം PDF-ൻ്റെ ചിഹ്നം വന്നിട്ടുണ്ട്. ഇനി സേവ് ആൻഡ് പ്രൊസീഡ് ടു സബ്മിറ്റ് എന്ന് കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഡോക്യുമെൻറ്റ്സ് അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്ന് കാണാൻ പറ്റും. പ്രൊസീഡ് ടു സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ സെലക്ട് പേയ്മെൻറ്റ് മോഡാണ് ലാസ്റ്റ് ഘട്ടമാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഡിക്ലറേഷനാണ്. ഇതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ വായിക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള യെസ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മളോട് പേയ്മെൻറ്റ് ചെയ്യണമെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ യെസ് എന്ന് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, സബ്മിറ്റ് എന്ന് കൊടുക്കുക. ഇങ്ങനെ സബ്മിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം പേയ്മെൻറ്റിൻ്റെ സ്റ്റാറ്റസ് ഇവിടെ കാണാൻ പറ്റും. 472 രൂപയാണ് പേ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും പേ നൗ എന്നുള്ള ബട്ടൺ. ഓക്കെ, ഇവിടെ ലെഫ്റ്റ് സൈഡ് കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിലാണെങ്കിൽ വ്യൂവിൽ മാറ്റം ഉണ്ടാവും. നിങ്ങൾക്ക് എളുപ്പമായിട്ട് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങളുടെ ഗൂഗിൾ പേ യൂസ് ചെയ്തിട്ട് ഇവിടെ ഷോ QR എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ QR സ്കാന് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ പേ, ഫോൺ പേ, Paytm ഒക്കെ യൂസ് ചെയ്ത് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പേ ചെയ്യാൻ പറ്റും. ഇനി അതല്ല നിങ്ങൾക്ക് കാർഡ് വെച്ച് വേണമെങ്കിലും ചെയ്യാം. ATM കാർഡ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. കാർഡ് എന്നുള്ള സെലക്ട് ചെയ്താൽ ATM കാർഡൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് ചെയ്യാം. ഈ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രിൻ്റ് എടുക്കണം. ആവശ്യമുള്ള ഭാഗങ്ങളിൽ സൈൻ ചെയ്യണം. സൈൻ ചെയ്തതിന് ശേഷം നിങ്ങൾ പറഞ്ഞത് മറക്കരുത്. എന്താ ചെയ്യേണ്ടത്, നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം. ഓക്കെ, പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് ഞാൻ കാണിച്ചാണെന്നെങ്കിൽ ഒന്നുപാടെ ഞാൻ കാണിക്കാം. ഓക്കെ, ഡൗട്ട് വേണ്ട. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് പ്രിൻ്റ് എടുക്കുക. ഓക്കെ, അതായത് പേയ്മെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ വരും. അത് പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു അഡ്രസ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. പോസ്റ്റ് ബോക്സ് നമ്പർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് ഇതാ ഈ ന്യൂഡൽഹി പിൻകോഡ് 11,003 എന്ന് പറയുന്ന ഈ അഡ്രസ്സിലേക്ക് നമ്മൾ ഓർഡിനറി പോസ്റ്റഡ് അയച്ചു കൊടുക്കുക. അത് മാത്രം അയച്ചു കൊടുത്താൽ പോരാ. എന്തൊക്കെ വേണം, നമ്മുടെ ഈ ആവശ്യമുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും SSLC, അതുപോലെ നിങ്ങളുടെ IT-യുടെ ഇനി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. അപ്പോൾ OBC, SST, PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ വാലിഡ് ആയുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, എങ്കിൽ ആ റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇത് ഉപകാരപ്രദമാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ തരാം കേട്ടോ. SSLC ഗ്രേഡിന് എങ്ങനെ എളുപ്പത്തിൽ മാർക്കാക്കുക എന്നുള്ള ലിങ്കൊക്കെ തരാം. മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.